സോ ഗോസസ് ലോയുടെ സെക്കൻഡ് ആപ്ലിക്കേഷനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗോസസ് ലോയുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്. ഇതിൻ്റെ ഡെറിവേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ആപ്ലിക്കേഷൻ വേണമെന്നുള്ളവർ ആ വീഡിയോ കാണേണ്ടതാണ്. സോ പ്രൂഫിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ വേണ്ടതായിട്ടുള്ള ഇക്വേഷൻ ഏതാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് വേണ്ടത് ഇത് ഗോസസ് ലോ വെച്ച് പ്രൂവ് ചെയ്യണോണ്ട് നമുക്ക് വേണ്ട ഒരേ ഒരു ഇക്വേഷൻ ആണ് ഗോസസ് ലോയുടെ ഇക്വേഷൻ. അതായത് സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് ക്യൂ ബൈ എപ്സിലോൺ സി. ഈ ഒരു ഇക്വേഷൻ മാത്രമാണ് നമുക്ക് വേണ്ടത്. സോ ഇതിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് ഇന്റഗ്രൽ ഇ ഡോട്ട് ഇ ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതി കോസ് തീറ്റ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ സി. ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. ഈ കോസ് തീറ്റ ഒക്കെ വന്നത് എങ്ങനെയാണെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയാൽ മതി, മനസ്സിലാവും. പ്രൂഫിലേക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ ഫിഗർ വന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് പ്ലെയിൻ ഷീറ്റ് ഉണ്ട്. ഈ പ്ലെയിൻ ഷീറ്റ് കാരണം പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ പ്ലെയിൻ ഷീറ്റ് കാരണം ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഷീറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം ആയിരിക്കും. അതായത് എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യണം. നമ്മളിവിടെ കൺസിഡർ ചെയ്ത ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് ഒരു സിലിണ്ടർ ആണ്. അപ്പോൾ നമുക്ക് ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യാം. സോ നമ്മുടെ പ്ലെയിൻ ഷീറ്റിന് ചുറ്റും ഒരു ഗോഷ്യൻ സർഫസ് സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ ഈ ഷീറ്റ് തൊട്ട് പി വരെ എന്ന് പറയുന്ന പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടത്. അതുവരെയാണ് നമ്മൾ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യേണ്ടത്. അത് ഇനി അടുത്ത് ഈ ഗോഷ്യൻ സർഫസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ വരുന്നത് ഫസ്റ്റ് പാർട്ട്, ഈ വരുന്നത് തേർഡ് പാർട്ട്, ഇതെന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ട്. ഇനി അടുത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് റൈറ്റിലോട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഒരു പാത്തിലോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വരുന്നത്. ഇനി അടുത്ത് ഏരിയയുടെ നോർമൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഏരിയയുടെ നോർമൽ എന്ന് പറയുന്നത്, ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു സർഫസിന്റെ നോർമൽ എന്ന് പറയുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പം ഈ ഒരു ഫസ്റ്റ് പാർട്ടിന്റെ നോർമൽ എന്ന് പറയുന്നത് ഇങ്ങോട്ട്, അതേപോലെ സെക്കൻഡ് പാർട്ടിന്റെ നോർമൽ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്, തേർഡ് പാർട്ട് കർവ്ഡ് സർഫസിന്റെ നോർമൽ എന്ന് പറയുമ്പോൾ നേരെ താഴോട്ട്. ഇതിനെല്ലാം നമ്മൾ ഡി എസ് എന്ന് വിളിച്ചു. ഡി എസ്. ഇനി അടുത്ത് ഈ സെൻറ്റർ തൊട്ട് അതായത് ഈ പ്ലേറ്റ് തൊട്ട് ഈ പി വരെയുള്ള ഡിസ്റ്റൻസ് നേരത്തെ പറയേണ്ടതാണ്, മറന്നുപോയി. അതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറാണ്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിലെ ഡിസ്റ്റൻസ് തൊട്ട് സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറാണ്. ഈ ഒരു പോയിന്റ് നമുക്ക് പി ഡാഷ് എന്ന് വിളിക്കാം. ഇനി അടുത്ത് പി എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? പോയിന്റ് വേർ ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ടു ബി കാൽക്കുലേറ്റഡ്. അടുത്ത ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ ഷീറ്റ് ടു പോയിന്റ് പി. എസ് എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ ഓഫ് ദ ഷീറ്റ്, അതായത് ഷീറ്റിന്റെ ടോട്ടൽ ഏരിയയാണ് എസ്. ഫസ്റ്റ്. സോ നമുക്ക് ഇനി പ്രൂഫ് നോക്കാം. പ്രൂഫിലോട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി അല്ലെങ്കിൽ ചാർജ് ഡെൻസിറ്റി എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സിഗ്മയാണ്. ഇതൊരു പ്ലേറ്റ് കണ്ടക്ടർ ആയതുകൊണ്ടാണ് നമ്മൾ സിഗ്മ എടുത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ളതിൽ ലീനിയർ കണ്ടക്ടർ എടുത്തുകൊണ്ട് അതിൻ്റെ ചാർജ് ഡെൻസിറ്റി ലാംഡ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്ലേറ്റ് എടുത്തുകൊണ്ട് സിഗ്മ കൊടുത്തു. ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് വരാം. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാണ്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് വരാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുമ്പോൾ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോഷ്യൻ സർഫസ്, അതായത് ക്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പം നമ്മൾ സപ്പോസ് നമ്മുടെ കയ്യിലൊരു സർഫസ് ഉണ്ട്.
സർക്കിൾ വേണ്ട, നമുക്കൊരു സ്ക്വയർ സർഫസ് എടുത്താന്ന് വെച്ചോ. ഇതിനെ സപ്പോസ് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ചാർജ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്ന സിഗ്മയാണ്. ഓരോ യൂണിറ്റ് ഏരിയയിൽ സിഗ്മ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടോട്ടലുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ്? 4 സിഗ്മ. ഇനിയിപ്പം സപ്പോസ് നമുക്ക് അറിഞ്ഞുകൂടാ എത്രയായിട്ടോ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഷീറ്റിനെ എത്രയായിട്ടോ, അതായത് നമുക്ക് അറിഞ്ഞുകൂടാത്ത രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അറിഞ്ഞൂടാത്ത രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചു. അപ്പം നമുക്ക് എങ്ങനെ ഓരോ യൂണിറ്റിന് സിഗ്മയാണ്. ആ സിഗ്മ ഇൻറ്റു ഇതിൻ്റെ ടോട്ടൽ ഏരിയ, അതായത് ഇവിടുത്തെ ചാർജിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സിഗ്മ ഇൻറ്റു എസ്, അല്ലെങ്കിൽ സിഗ്മ എസ് എന്ന് വിളിക്കാം. ഇനി ഗോസസ് ലോ. അക്കോർഡിംഗ് ടു ഗോസസ് ലോ എന്താണ്? ഗോസസ് ലോ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് Q/ε0. ഇതാണ് ഗോസസ് ലോ. ഇതിന് നമ്മൾ 1 എന്ന് കൊടുത്ത് ഇതിനിപ്പോൾ 2 എന്ന് കൊടുക്കുകയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ക്യൂവിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റഗ്രൽ ഇ ഡോട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ ഡി എസ് ഇൻറ്റു കോസ് തീറ്റ എന്ന്, കോസ് തീറ്റ ഈക്വൽ ടു സിഗ്മ എസ് ബൈ ε0. ഇതാണ് നമ്മളെ ഇക്വേഷൻ. സോ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യാൻ പോകുന്നത്. സോ അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് ഈ ഗോഷ്യൻ സർഫസിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ, അതായത് ഇൻ്റഗ്രൽ ഈ ഡി എസ് കോസ് തീറ്റ ഇതിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ പ്ലസ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ പ്ലസ് ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പാർട്ട് 1ൻ്റെ ഏരിയ, ഇത് പാർട്ട് 2ൻ്റെ ഏരിയ, ഇത് പാർട്ട് 3ൻ്റെ ഏരിയ. ഇവിടെ സർഫസ് ഇൻ്റഗ്രലാണ് പാർട്ട് 3ൻ്റെ ഏരിയ. ഇനി നമുക്ക് ഈ കോസ് തീറ്റയുടെ വാല്യൂ നോക്കണം. അപ്പോൾ നമ്മൾ പാർട്ട് 1 എടുക്കും. പാർട്ട് 1 എടുക്കുമ്പോൾ ഈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഈ സർഫസിൻ്റെ ഏരിയയുടെ നോർമലും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഇൻറ്റൻസിറ്റി ഉണ്ടാക്കുന്ന ഇടയിലുള്ള ആംഗിളാണ്. അതായത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 0. അതായത് ഇവിടെ ഉണ്ടാക്കുന്ന ആൾ 0. അപ്പോൾ cos 0 എന്ന് പറയുന്നത് എത്രയാണ്? cos 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് ഈ സാധനമുണ്ട്. ഇനി അടുത്ത് പാർട്ട് 2 നോക്കാം. പാർട്ട് 2 എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡി എസ് ഇങ്ങോട്ടാണ്, അതായത് നോർമൽ ഇങ്ങോട്ടും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇങ്ങോട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ 0 ആണ്. അപ്പോൾ ഈ സാധനം ഉണ്ട്. ഇനി അടുത്ത് പാർട്ട് 3 നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് പാർട്ട് 3 ഇതാണ്. അപ്പോൾ ഇതിൻ്റെ നോർമൽ ഇങ്ങോട്ടും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇങ്ങോട്ടും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ 90 ഡിഗ്രി വരുമ്പോൾ കോസ് 90യുടെ വാല്യൂ എന്ന് പറയുന്നത് 0. അപ്പോൾ ഈ ഒരു സാധനം ഇല്ല. ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റയെ അപ്പം നമുക്ക് എന്ത് എഴുതാം? 2 ഇൻ്റഗ്രൽ ഇ ഡി എസ് കോസ് 0 which is equal to sigma s epsilon 0. So 2 into e integral surface integral ds cos 0 1 ആയതുകൊണ്ട് എഴുതേണ്ട സിഗ്മ എസ് എപ്സിലോൺ 0. ഈ ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് ഈ പ്ലെയിൻ ഷീറ്റിൻ്റെ ഏരിയയാണ്. അപ്പോൾ പ്ലെയിൻ ഷീറ്റിൻ്റെ ഏരിയ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. എസ് ആണ് പ്ലെയിൻ ഷീറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എസിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? എസ് ആയിട്ട് എഴുതാം. 2es ഈക്വൽ ടു സിഗ്മ എസ് ബൈ എപ്സിലോൺ 0. എസും എസും ക്യാൻസൽ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഇ എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0. ഇപ്പുറത്ത് കിടക്കണ ഈ ഒരു 2 എന്ന് പറയുന്നത് താഴെ വരും. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഇൻഫിനിറ്റ്
പ്ലെയിൻ ചാർജ് കണ്ടിട്ട്.